നമ്മുടെ ഹോം സെക്രട്ടറി എന്തൊക്കെയോ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പിള്ളേർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ഹോം സെക്രട്ടറി വല്ലതും പറഞ്ഞോ എന്ന് ഞാൻ നോക്കാൻ വേണ്ടി കയറിയപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയൊന്ന് ഫുള്ളായിട്ടൊന്ന് അരിച്ച് പിറക്കി ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു രണ്ടേകാൽ മണിക്കൂറിൻ്റെ ഒരു വീഡിയോ എല്ലാ പ്ലാറ്റ്ഫോം യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ഹോം സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടു? എത്ര പേര് കണ്ടു? എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ച് പോസിറ്റീവായിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പറയുന്നത് എനിക്കറിയണ്ട. ബട്ട് ഞാൻ പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ദേപ്പം പോവാം. അതിനിടയ്ക്കാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവായിട്ടും എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ഷെയർ ചെയ്യും. ഇപ്പോൾ ഹോം സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളും ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇരിക്കട്ടെ, നിങ്ങൾ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ പോയി കാണുക. ഇല്ലെങ്കിൽ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ഓക്കെ, ഇതിനകത്ത് ഹോം സെക്രട്ടറി ഒരു ടേൺ എടുത്തു എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, ഹോം സെക്രട്ടറി അതായത് ഈ നിയമം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രഖ്യാപിച്ചപ്പോൾ ഈ നിയമം എന്ന് വരുമെന്നാണ് പറഞ്ഞത്. എന്ന് വരും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ വരുമെന്നാണ്. അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ അവരുടെ ആ ഡിബേറ്റിനകത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, അതൊക്കെ നമ്മൾ പ്രോപ്പർ കണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്, നിങ്ങൾക്കറിയാവേ. അപ്പോൾ പറഞ്ഞു വരട്ടെ. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോം സെക്രട്ടറി ചെറുതായിട്ടൊന്ന് ടേൺ എടുത്തു എന്ന് പറയാം. ഇനിയിപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നുള്ളൂ ടേൺ എടുത്തു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം സെക്രട്ടറി ഹോം ഓഫീസ് മറ്റേ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് നിയമങ്ങൾ അനൗൺസ് ചെയ്തു. അതിനകത്ത് എല്ലാം ഒരു 3/4 നിയമങ്ങൾ കൊണ്ടുവന്നു. മാർച്ച് 2-ാം തീയതി ഉൾപ്പെടെ ഒരു നിയമം പാസ്സാക്കി. അതായത് ഇനി ഇമിഗ്രൻസിന് ഇവിടെ ലോങ് ടേം സെറ്റിൽമെൻറ്റുകളില്ല, ഇല്ലെങ്കിൽ PR പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ 30 months പീരീഡ് ആയിരിക്കും. അതിനുശേഷം റിന്യൂ ചെയ്ത് അവർക്ക് നിൽക്കാം. അവരുടെ കൺട്രി എന്ന് സേഫ് ആണ് തോന്നുന്നു, അപ്പോൾ അന്ന് ഇവരെ തിരിച്ച് കയറ്റി അയക്കും എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു നിയമമായിരുന്നു. ഓക്കെ, അപ്പോൾ ആ നിയമമൊക്കെ വളരെ പുഷ്പം പോലെ പാസ്സാക്കിയ ഹോം സെക്രട്ടറി എന്തുകൊണ്ട് ഏപ്രിലിൽ ഈ നിയമം പാസ്സാക്കിയില്ല എന്നുള്ളതിന് ഒരു കാര്യം. ഒന്ന്, ഹോം സെക്രട്ടറി ഒന്ന് ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ചു. അത് ഹോം സെക്രട്ടറിയുടെ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, പുള്ളിക്കാരി വന്നിട്ട് ചാർജ് എടുത്തിട്ട് അധികം മാസങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ടാസ്കുകളുടെ പുറമെ ടാസ്കുകളായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയമങ്ങളൊക്കെ ഹരിവരായിട്ട് കൊണ്ടുവന്നു, അനൗൺസ് ചെയ്തു. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അതായത് ഫസ്റ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതായത് ഹോം സെക്രട്ടറി ഇതുവരെ പഠിക്കാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കെയറേഴ്സിന് ഇവരിപ്പോഴും ഉദ്ദേശിക്കുന്നത് സോഷ്യൽ കെയർ വർക്കേഴ്സിനെയാണ് കേട്ടോ. ഡോക്ടേഴ്സ്, നഴ്സും ടീച്ചേഴ്സിനെയൊക്കെ അതൊക്കെ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അതിലേക്ക് വരാം. ഇപ്പോൾ ഈ സോഷ്യൽ കെയർ വർക്കേഴ്സിനെ 3.5 ലക്ഷത്തിന് ഉള്ള ആളുകൾ ഈ 2021-2022 കാലഘട്ടങ്ങളിൽ PR എടുക്കാൻ പോകുന്നുണ്ട്. അതാണ് ഇവരുടെ കൺസേൺ. ഇല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ PR എടുക്കാം, അതാണ് അവരുടെ കൺസേൺ. അതായത് ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ബോറിസ് വേവ് കാലത്ത് കുറേ ആൾക്കാർ കയറ്റിക്കൊണ്ടുവന്നു, ലോ സ്കിൽഡ് മൈഗ്രൻസിനെ കൊണ്ടുവന്നു. ബോറിസ് അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ലോ സ്കിൽഡ് മൈഗ്രൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അത് സ്കിൽഡ് വർക്കർ എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരി ലോ സ്കിൽഡ് ആക്കി. കുഴപ്പം കഴിഞ്ഞാൽ ഈ നിയമം ഇപ്പോൾ മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേൺ എടുത്തു എന്ന് പറയുകയാണ്. ഈ നിയമം ഓട്ടം 2026, അതായത് ഈ നിയമമായി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 8 തൊട്ട് 10 മാസം വരെ, അല്ലെങ്കിൽ 12 മാസം വരെ സമയമെടുക്കും എന്നാണ് അറിയുന്നത്. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എത്ര സമയം നീണ്ടു നിൽക്കുന്നുള്ളൂ. അത്രയും സമയം വരെ ചിലപ്പോൾ എടുത്തേക്കാം. ചിലപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോം സെക്രട്ടറിക്ക് ഇപ്പോൾ മനസ്സിലായി ഒരു കാര്യം. മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലെജിസ്ലേഷൻസ് കൊണ്ടുവരേണ്ടതായിട്ട്, അല്ലെങ്കിൽ നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരേണ്ടതായിരിക്കും. നമ്മുടെ ഇപ്പോൾ SMA ഒരു 20,000 മെമ്പേഴ്സ് വെച്ച് ഹോം സെക്രട്ടറിയെ ചലഞ്ച് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഈ ഒരു നിയമത്തിനെ ചലഞ്ച് ചെയ്യാൻ കോർട്ടിൽ പോവും. അത് 20,000 അല്ല കേട്ടോ. നമ്മളുടെ ആ സമയത്ത് നമ്മളും അനൗൺസ് ചെയ്യും, നമ്മളും ഒരു 10 പേരെങ്കിൽ 10 പേരെ കൊണ്ടുപോകും അവരുടെ കൂടെ അതിനകത്തേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളും എല്ലാവരും ചലഞ്ച് ചെയ്യും, കോർട്ടിൽ പോയിട്ട് ചലഞ്ച് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കോർട്ടിൽ പോയി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 50-50 ചാൻസാണ്. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഡിപ്പെൻസ് ഓൺ ഓരോ പ്രൊഫൈലുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ചിലപ്പോൾ മൊത്തത്തിൽ പോളിസിയുടെ ഭാഗപ്പഴകളും അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ കോർട്ട് വിധിച്ചേക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ നമ്മുടെ ബാരിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പല വഴികൾ പറഞ്ഞു തന്നു. അതൊക്കെ നമുക്കൊരു സമയമാകുമ്പോൾ നമ്മളൊരു ബാരിസ്റ്ററിന് മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല വഴികളുള്ളതുകൊണ്ട് തന്നെ ഹോം സെക്രട്ടറിക്ക് പിടികിട്ടി. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല ഈ നിയമം കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം മറ്റേത് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഊഴിപ്പോയി. പക്ഷേ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോം സെക്രട്ടറി ചിലപ്പോൾ കോർട്ടിൽ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. സോ അതുകൊണ്ട് തന്നെ
ഒന്ന് കാമായി ഒന്ന് ഇത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്ററിലെ തോൽവി, അതായത് ലേബറിൻ്റെ തോൽവി, അതൊരു വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അതായത് ഇവിടെയുള്ള മൈഗ്രൻസ് അത് റിഫോമും ചർച്ച ചെയ്യുന്നുണ്ട്, ലേബറും ചർച്ച ചെയ്യുന്നുണ്ട്. ലേബർ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ ആൾക്കാർ ഗ്രീനിലേക്ക് പോയി എന്നുള്ളതാണ്. അടുത്ത ഇലക്ഷൻ ലണ്ടനാണ് വരുന്നത്. ഒരു പ്രഹരം കിട്ടി, ലണ്ടൻ ഒരു പ്രഹരമായിട്ട് അത് ഗ്രീനോ റിഫോമോ ഇല്ലെങ്കിൽ കൺസർവേറ്റീവോ ജയിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രഹരമായിട്ട് മാറും. അതൊരു പ്രഷറാണ്, അതൊന്നും ഇല്ലയെന്ന് പറയണ്ട. അതൊക്കെ പൊളിറ്റിക്കൽ പ്രഷറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകൾ മാറ്റിക്കുത്തുന്നു അവിടെ. അതുകൊണ്ട് ഒരു ഏരിയ അല്ലെങ്കിൽ ലണ്ടൻ എന്താ പറയുക, മേയർ ഇലക്ഷൻ മൊത്തം തൂത്തുവാരുന്നു എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതൊക്കെ പ്രഷറാണ്, പൊളിറ്റിക്കൽ പ്രഷർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ വിജയ സാധ്യതയുള്ള ആർക്കാണോ അവർക്ക് കുത്തുക. അതായത് ലേബർ വിജയസാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ലേബറല്ല, വെറുതെ മാറ്റി കുത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറയും, അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളെ കൊണ്ട് നിർബന്ധം ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, പോട്ടെ, എവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്ടേൺ എടുക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോഴും ഹോം സെക്രട്ടറി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ വന്നിട്ടുള്ള, അതായത് ഇപ്പോൾ പറയുന്ന ലോ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഫാമിലിയുടെ കേസ് ഇൻ്റർവ്യൂ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 13.5 ലക്ഷം ആൾക്കാർ അവർ ഡിപ്പെൻഡൻറ്റും അടുത്ത ഈ വർഷം തൊട്ട് അവർക്ക് PR-ഉം സിറ്റിസൺ എന്താ പറയുക ഇവിടുത്തെ ആനുകൂല്യങ്ങളും ഇവിടെ മെഡിക്കൽ ഹെൽത്ത് കെയർ മൊത്തം അവർ ക്ലെയിം ചെയ്യും. അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരേ ഒരു അത് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം. അതിപ്പോൾ ഇവിടെ ഓരോ വന്ന ഇൻഡിവിജ്വൽ സൈഡിൽ നിന്നും ഇല്ലെങ്കിൽ അവരുടെ ഫാമിലി എഫക്റ്റ് ചെയ്യുന്നു, ഇനി അതിൽ ത്രൂ എന്തൊക്കെ അവർക്ക് ഒരു കോൺസിക്വൻസ് ഉണ്ടാവുമെന്ന് പോലും ഒന്നും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരും. അത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരേണ്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഹോം സെക്രട്ടറിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 തൊട്ട് 2024 വന്ന ആളുകളെ ആണ് ഇപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് ഇല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആരെല്ലാം 2022 തൊട്ട് 2024 ആ കാലയളവിനകത്ത് UK വന്നിരിക്കുന്ന ആൾ, അത് ഇന്ന് തൊട്ട് ഇല്ലെങ്കിൽ ഇപ്പം തൊട്ട് ഇല്ലെങ്കിൽ ഇന്ന് വരുന്ന ആൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുവരെ ILR കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് എവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് പോയി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്ര നാൾ 2021 തൊട്ട് ഉള്ള ആളുകളുടെ കേസായിരുന്നു പറഞ്ഞത്. ബട്ട് 2021 ഉള്ള ആളുകൾ ജസ്റ്റ് എസ്കേപ്പ് ആവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കേസാണ് കേട്ടോ. ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കേസിൽ തീർച്ചയായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. ഒരു പക്ഷേ അത് നമുക്ക് കിട്ടണം എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് എന്നാൽ പോലും ഒരുപാട് ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ്ലി എല്ലാവർക്കും അപ്ലൈ ചെയ്യും എന്നും പറയുന്നുണ്ട് എൻ്റെ പാരലി. ഓക്കെ, ഇതിൻ്റെ യുക്തിയൊന്നും മനസ്സിലായില്ല. അതായത് ഇവർ പ്രോപ്പർ പ്ലാൻ ഇല്ലാതെയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതിനുള്ള ഉത്തമ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഏപ്രിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ നിയമം ഏപ്രിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ അപ്പുറത്തൊരു പട കൊളുത്തിയ ഒരു പട അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു പക്ഷേ യൂട്ടേൺ എടുക്കുകയും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രീൻ പാർട്ടിയുടെ ഇതിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂക്കകത്ത് പറയുന്നുണ്ട് ക്രിറ്റിസിസം. ദ ഗ്രീൻ പാർട്ടി അക്യൂസ്ഡ് ദ ഹോം സെക്രട്ടറി ഓഫ് മിമിക്കിംഗ് ഫാർ റൈറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യത്തിൽ ഉറപ്പ് അല്ലെങ്കിൽ എല്ലാവർക്കും 10 വർഷം ആയിരിക്കും PR എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള എന്താ പറയുക ഒരു പുതിയ നിയമങ്ങളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതായത് റെഫ്യൂജി സ്റ്റുഡൻറ്റ് വിസ, റെഫ്യൂജി ലീഗൽ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം, അത് നമുക്കൊന്നും ഉപകാരപ്പെട്ട കാര്യമല്ല, നമുക്കത് പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ഉപകാരമുള്ളത് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് നിങ്ങൾ പറയണേ. അതായത് ഏപ്രിൽ വരേണ്ട നിയമം ഏപ്രിലിൽ കൊണ്ടുവന്നില്ല, അത് ഓട്ടത്തിലേക്ക് മാറ്റി 2022. അത് അങ്ങനെ തന്നെ ഓടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ECHR അതിനകത്ത് ഇളവുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സിനകത്ത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാൻ വേണ്ടി അവരുടെ പരീക്ഷണത്തിലാണ്. അത് വിജയം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നാൽ വിജയിക്കുകയുള്ളൂ എന്ന് ഹോം സെക്രട്ടറി മനസ്സിലായതിൽ വളരെ സന്തോഷം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ
പിന്നെ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി പരിപാടി അതിലൊരു മാറ്റമില്ല. പക്ഷേ ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ് ആദ്യം പറഞ്ഞു വെച്ചാൽ അതും വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ട്രാൻസിഷണൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കേസിലും ഒരു തീരുമാനം ഇല്ലെങ്കിൽ അതിനൊരു തീരുമാനത്തേക്ക് കൂടുതൽ കുലങ്കിഷമായ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല ഇൻറ്റേർണൽ ബാക്ക്ലാഷ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏകദേശം അറൗണ്ട് 100 ലേബർ MP signed a private letter expressing concern that temporary refugee status would undermine integration and risk worsening child poverty എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിസൺ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ MP-മാരെ ചാടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പേഴ്സണലി യൂണിസണുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ട അടുത്ത കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ വരെ സമയമുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ ഹറിബറിയായിട്ട് എല്ലാവരെയും ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അവർക്കൊരു 10 മാസം കൈ കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ട് ഇനി MP-മാരെ ചാക്കിലാക്കാൻ പറ്റൂലേ? ഹാപ്പി ന്യൂസ് ആണോ ഇത്? എനിക്ക് ഹാപ്പി ന്യൂസ് ആയിട്ടാണ് തോന്നുന്നത്. കുറേ MP-മാരുണ്ട്, ഇവിടെ തന്നെയുള്ള കുറേ ഏഷ്യൻ MP-മാരുണ്ട്, ഈ പേപ്പറിലൊന്നും ഒപ്പുവെക്കാത്ത ആൾക്കാരുണ്ട്, ഈ പറഞ്ഞ ILR-ൻ്റെ കാര്യത്തിൽ തിരിഞ്ഞിരിക്കുന്ന MP-മാരുണ്ട്. അവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇനിയിപ്പോൾ പോള് വരെ ഇലക്ഷൻ വരുവാണ് ഈ ജൂലൈയിലൊക്കെ, അതായത് ലോക്കൽ ഇലക്ഷൻസ് വരിക. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യണം. അവിടെ മുട്ടി നിൽക്കുന്ന പാർട്ടീസ് ഇല്ലേ, അതിലൊരെണ്ണത്തിനെ അങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടാൽ മതി. ഓക്കെ, അത് ചിലപ്പോൾ റിഫോമിനെ കയറി ജയിപ്പിക്കണം ഞാനൊന്നും പറയില്ല. പക്ഷെ എന്നാൽ പോലും റിഫോം ഇവിടെ എന്തായാലും വരും, അത് 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഗ്രീൻ പാർട്ടി ഉണ്ടെങ്കിൽ ഗ്രീൻ പാർട്ടിയിൽ കൺസർവേറ്റീവ് ഉണ്ടെങ്കിൽ കൺസർവേറ്റീവ്, ഞാൻ പണ്ടേ പറഞ്ഞാണ് കൺസർവേറ്റീവ് വോട്ട് ചെയ്യുക, പക്ഷേ ആരും കേട്ടില്ല. കൺസർവേറ്റീവ് ഉണ്ടെങ്കിൽ കൺസർവേറ്റീവ് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പ്രഷർ കൊടുക്കാനും ആ MP-മാരെ അവരുടെ മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ മേയർ ഇലക്ഷൻ പരിപാടിയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ പരിപാടിയൊക്കെ പൊട്ടുമ്പോൾ പ്രഷർ വരും, നല്ല രീതിയിൽ പ്രഷർ വരും. ആ പ്രഷറാണ് നമുക്ക് വേണ്ട ഒന്ന്. പിന്നെ 2, ഇത് പെട്ടെന്ന് ഹറിബറിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് മനസ്സിലായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സമയം കിട്ടി. നമുക്ക് ഇനി ആ സമയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വീണ്ടും സെക്കൻഡ് ഫേസിൽ MP-മാരെ കോണ്ടാക്ട് ചെയ്യാൻ, അതായത് ഇളകാത്ത MP-മാരെ നമുക്ക് ഇളകാൻ വേണ്ടി നമുക്ക് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ SMA ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ SMP ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കൊരു പരിപാടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഫുള്ളി പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഇനി നെഗറ്റീവാണെന്ന് നിങ്ങൾ ഇല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് റെട്രോസ്പെക്റ്റീവിൽ വരിക, അതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് പുതുമയുള്ള കാര്യമല്ല. ഞാൻ പുതുമയുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്ര